എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TV, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും വിഷു ആശംസകളും അതോടൊപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ ആശംസകളും നേരാണ്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നാളെ മുതലൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നാളെ വിഷു പ്രമാണിച്ച് അല്ലെങ്കിൽ അംബേദ്കർ ജയന്തി പ്രമാണിച്ച് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഇമ്പാക്റ്റൊക്കെ ചൊവ്വാഴ്ചയാണ് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഹ്യൂജ് വോളാറ്റിലിറ്റിയാണ് കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നാം കണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് പൊസിഷനിലാണ്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ 3.24% വീക്കായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. 3.15% വീക്കായിട്ടാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ പൊതുവെ സെൻറ്റിമെൻ്റ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകളും വ്യാഴം വെള്ളിയൊക്കെ ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളും 3.3% മുതൽ 4.3% താഴെയാണ് പല ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ വൊളാറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഒക്കെ ബെയർ അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡിലേക്ക് കടന്നിരുന്നു. അതായത് പീക്കിൽ നിന്ന് 20%-ലധികം താഴെ പോയിരുന്നു. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള റിക്കവറി, വ്യാഴം വെള്ളിയൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ള റിക്കവറി ഈ ഇൻഡെക്സുകളെയും ഒരു ബെയറിഷ് ടെറിട്ടറിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഓവറോൾ പീക്കിൽ നിന്ന് ഇപ്പോൾ അമേരിക്കൻ ഇൻഡെക്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 10.78% താഴെയാണ്, S&P 500 12.75% താഴെയാണ്, നാസ്ഡാക്ക് 17.22% താഴെയാണ്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇപ്പോഴും ബെയറിഷ് ടെറിട്ടറിയിൽ തന്നെയാണ്, 24.58% താഴെയാണ്. ഒപ്പം മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളും താഴെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലും ക്ലോസ് ചെയ്തിരുന്നത്. ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്തിരുന്നു എന്ന് മാത്രം. ഇനി അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അമേരിക്കൻ എക്കണോമി ഒരു സ്ലോ ഡൗണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഫർദർ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സ്ലോ ഡൗൺ അല്ലെങ്കിൽ റിസഷനൊക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ബോണ്ട് മാർക്കറ്റിലും കോർപ്പറേറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ വലിയ സെൽ ഓഫ് അമേരിക്കയിൽ കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ട്രംപിൻ്റെ പിന്നീടുള്ള പല അനൗൺസ്മെൻറ്റുകളിലും വന്നിട്ടുണ്ട്. അമേരിക്കയിലെ കഴിഞ്ഞ ആഴ്ച 10 ഇയർ 30 ഇയർ ഗവൺമെൻറ് ബോണ്ടുകളുടെ ഈൽഡെല്ലാം 10 ഇയർ 4.6% വരെ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ 30 ഇയർ 5% വരെയൊക്കെ ഉയർന്നിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾ ഇക്വിറ്റി സെൽ ഓഫിനോടൊപ്പം തന്നെ ബോണ്ടുകളും സെല്ല് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ ഇക്വിറ്റി സെല്ല് ചെയ്യുമ്പോൾ ബോണ്ടുകൾ ബൈ ചെയ്യാറാണ് പതിവ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബോണ്ടുകളും കൂടി സെൽ ഓഫ് കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ അമേരിക്കയിലത്തെ ജനങ്ങളുടെ ഇടയിലുണ്ട്. കാരണം ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ജനതയെയും അതുപോലെ തന്നെ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്കും ആണ് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മുമ്പുള്ള 2-3 പോഡ്കാസ്റ്റുകളിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2-3 വീക്കിലി പോഡ്കാസ്റ്റിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷനൊക്കെ നൽകിയിരുന്നു. ഒപ്പം ട്രംപൊക്കെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ തീരുമാനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ട്രംപ് ശനിയാഴ്ച അനൗൺസ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ, ധാരാളം ഇലക്ട്രോണിക് ഐറ്റത്തിന്മേൽ ഉള്ള റെസിപ്രോക്കൽ താരിഫ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലൂടെ, അതായത് ഏപ്രിൽ 5 മുതൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഐറ്റംസ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കൻ കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കൊക്കെയാണ്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ എക്കണോമിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ്
ആണ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നാളെ മുതൽ നൽകാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് ചൊവ്വാഴ്ച മാത്രമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒപ്പം അമേരിക്കയിലെ ട്രഷറി സെക്യൂരിറ്റീസിൻ്റെ കാര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ഡെറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഡെറ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് അവസാനിക്കുമ്പോൾ അമേരിക്കയിൽ 36.56 ട്രില്യൺ US$. ട്രഷറി സെക്യൂരിറ്റീസ് ടോട്ടൽ ഉള്ള ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ പബ്ലിക് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന 28.6 ട്രില്യൺ വർത്ത് US$. വർത്ത് ട്രഷറി സെക്യൂരിറ്റീസ് ആണ്. ഇത് മറ്റ് രാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ US ട്രഷറി ഹോൾഡ് ചെയ്യുന്നത്, 1.06 ട്രില്യൺ US$. ആണ്. അതുപോലെ തന്നെ ചൈന 759 ബില്യൺ US$ ആണ്. ഒപ്പം UK 723 ബില്യൺ US$ വർത്ത് ട്രഷറി സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഹോൾഡ് ചെയ്യുന്നുണ്ട് 219 ബില്യൺ US$ വർത്ത് അമേരിക്കൻ ട്രഷറി സെക്യൂരിറ്റീസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബോണ്ട് സെൽ ഓഫ് ഉണ്ടായപ്പോൾ ഒരു സംശയം പറയുന്നത് ചൈന വലിയ രീതിയിൽ ബോണ്ട് സെല്ല് ചെയ്തിട്ടുണ്ട്, US ട്രഷറി ബോണ്ടുകൾ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൈന സെല്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് മെയ് 30 അല്ലെങ്കിൽ ജൂൺ 18 വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും. ചൈന ഇത്തരത്തിലുള്ള ഡാറ്റയൊക്കെ പുറത്തുവിടാൻ പോകുന്നത് മെയ് 7 മെയ് 30 അതുപോലെ തന്നെ US ഇത്തരത്തിലുള്ള ഡാറ്റയൊക്കെ പുറത്തുവിടാൻ പോകുന്നത് ജൂൺ 18 അതിനുശേഷമാണ് ഈ രാജ്യങ്ങൾ ആരെങ്കിലും US ട്രഷറി സെക്യൂരിറ്റീസ് വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് അവർ US ട്രഷറി സെക്യൂരിറ്റീസ് വിൽക്കാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയും അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഐറ്റത്തുമേലുള്ള ഇമ്പോർട്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരിഫൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പൊതുവെ മാർക്കറ്റിന് വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ജനത ഇത്തരത്തിലുള്ള താരിഫ് ഇമ്പോസിഷനൊക്കെ എതിരാണെന്നുള്ള കാര്യം ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകൾക്കും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ കമോഡിറ്റികളെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ആണ് കഴിഞ്ഞ ആഴ്ചയും കിട്ടിയിരിക്കുന്നത്. റെക്കോർഡ് ഹൈ തന്നെയാണ് വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിരുന്നത്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അറൗണ്ട് $254 പെർ ഔൺസ് ആണ് ഗോൾഡ് പ്രൈസിൽ വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇത് താരിഫ് ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ETF-കളിൽ ഗ്ലോബലി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് വീണ്ടും ഗോൾഡ് പ്രൈസിലൊരു കുതിച്ച് ചാട്ടം ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോൾഡ് മാൻ സാക്സ് ഒക്കെ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത രീതിയിൽ $3525-3500 പെർ ഔൺസ് വരെയാണ് 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഗോൾഡിൻ്റെ പ്രൈസ് ഗോൾഡ്മാൻ സാക്സ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഈ ഡാറ്റയൊക്കെ മുമ്പ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പോഡ്കാസ്റ്റിൽ കൂടെ നൽകിയിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ $3246.8 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് ഹൈ ക്ലോസ് ചെയ്തിരിക്കുന്നത് $3238 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികളുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലോവർ ലെവലിൽ നിന്ന് നല്ല രീതിയിലുള്ള റിക്കവറിയാണ് എല്ലാ കമോഡിറ്റികളും കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പി $ന് അഗൻസ്റ്റ് ആയിട്ടും കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 86.07 ആണ് ഇന്ത്യൻ റുപ്പിയുടെ $ന് അഗൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിലത്തെ എൻഡ് വളരെ
പോസിറ്റീവ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച്. ഇനി ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, അതായത് ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഗുഡ്സുകളുടെ താരിഫ് എടുത്തു കളഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് തീർച്ചയായിട്ടും നാളെ മുതൽ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ള നമ്മുടെ കമ്പനികളുണ്ട്, സിർമ, SGS, ഡിക്സൺ, അതുപോലെ തന്നെ ഇപാക് ഡ്യൂറബിൾസ്, സയൻ DLM, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഈ അനൗൺസ്മെൻറ്റുകൾ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. നമുക്ക് 3 ദിവസം മാത്രമാണ് ഈ ആഴ്ച ട്രേഡിംഗ് ഉള്ളൂ. ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഓൾമോസ്റ്റ് 3.5 അല്ലെങ്കിൽ 4 ദിവസമാണ് ഈ ആഴ്ച ട്രേഡിംഗ് ഉള്ള. ഒരു പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് ജപ്പാനും ചൈനയൊക്കെ ഓപ്പൺ ആയേക്കാം. പക്ഷെ മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളും അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ വ്യാഴാഴ്ച ഹാഫ് ഡേ തൊട്ട് വെള്ളിയാഴ്ചയും അവധിയാണ്. അപ്പോൾ 3 days ആണ് ഇന്ത്യൻ മാർക്കറ്റിനും ഈ ആഴ്ച മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, Q4 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളെല്ലാം മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും ഉള്ളത്. ഇനി നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലും അവർ സെല്ലേഴ്സാണ്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ നല്ല രീതിയിലാണ് ബൈ ചെയ്തിട്ടുള്ളത്. ഒപ്പം മാർച്ചിലത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയൊക്കെ വന്നിട്ടുണ്ട്. 65.74 ലക്ഷം കോടിയാണ് മാർച്ചിലെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ. ഒപ്പം SIP നോക്കുകയാണെങ്കിൽ 25,926 കോടി രൂപയാണ്. അത് ഫെബ്രുവരിയിൽ 25,999 കോടി രൂപയായിരുന്നു. കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. SIP അക്കൗണ്ടുകൾ 8.11 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിൽ 8.26 കോടിയായിരുന്നു. ഇതൊരു ക്ലോസിംഗ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. പല ഇൻവെസ്റ്റേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ട്രിപ്ലിക്കേറ്റ് ഫോളിയോ ഒക്കെ മാറ്റി ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള SIP അക്കൗണ്ടുകളിലെ നമ്പറൊക്കെ കുറയുന്നത്. ഓവറോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഡാറ്റ തന്നെയാണ്. ഒപ്പം നമ്മുടെ IIP ഡാറ്റ വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 2.9% സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ മാർക്കറ്റ് റിക്കവറി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റയ്ക്കൊന്നും നെഗറ്റീവ് ഇമ്പാക്റ്റ് അധികം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഓവറോൾ നോക്കുമ്പോൾ. 9.19 കോടി ജനങ്ങളാണ് കഴിഞ്ഞ ധനകാര്യ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും IT റിട്ടേൺ ഫയലിംഗ്, അതുപോലെ ടാക്സ് കളക്ഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നമ്മളെ സംബന്ധിച്ച് 12 ലക്ഷം വരെ അല്ലെങ്കിൽ 12.75 ലക്ഷം രൂപ വരെ ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ധാരാളം എമൗണ്ടുകൾ സേവിങ്സിലേക്ക് വരികയാണ്. അപ്പോൾ ആ സേവിങ്സിൽ നിന്നും ധാരാളം അലോക്കേഷൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർച്ച് മാസത്തെ ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർച്ചിൽ ബാങ്കിങ്, ഫൈനാൻഷ്യൽ, ഇൻഷുറൻസ് രംഗത്തുള്ള സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഒപ്പം ടെലികോം സെക്ടർ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. മെറ്റൽസ്, ഈ 3 സെക്ടറാണ് കാര്യമായിട്ട് അവർ വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ IT സെക്ടർ സ്റ്റോക്കുകൾ, FMCG, ഓയിൽ സെക്ടർ സ്റ്റോക്കുകൾ, ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളൊക്കെ വിറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് മാർച്ച് മാസത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നൽകുന്ന സൂചനകൾ. ഒപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നോക്കുകയാണെങ്കിൽ Q1 വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതേസമയം ഹൗസിംഗ് ഡാറ്റ വരുന്നത് നോക്കുകയാണെങ്കിൽ സ്വല്പം വീക്കാണ്. സെയിൽസൊക്കെ താഴെയാണ് Q4 വന്നിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇതിനെ ഈ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് റിയൽ എസ്റ്റേറ്റ് സെക്ടർ മാറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ബെറ്റർ റിയലൈസേഷനും അതുപോലെ തന്നെ സെയിൽസ് ഡാറ്റയും പുറത്തു വിട്ടിട്ടുള്ള കമ്പനികൾ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ശോഭ ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് ഫ്ലോ
ഫ്ലോസ് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിന് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ അഡാനി ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുക. അഡാനി എൻ്റർപ്രൈസസിൽ ഉള്ള ഒരു സബ്സിഡിയറിയാണ് കച്ച് കോപ്പർ അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ ലോകത്തിലത്തെ ലാർജസ്റ്റ് മെറ്റലർജിക്കൽ കോംപ്ലക്സ്, കോപ്പറിനും മറ്റു മെറ്റൽസിനും വേണ്ടിയുള്ള ഒരു കോംപ്ലക്സ് ആണ് കച്ച് കോപ്പർ. അത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഈ കോപ്പർ സ്മെൽറ്റർ പ്ലാന്റ് ആയിരിക്കും ഇന്ത്യയിലെ ലാർജസ്റ്റ് കോപ്പർ സ്മെൽറ്റർ പ്ലാന്റ് ആയിട്ട് അടുത്ത 3-4 വർഷത്തിനുള്ളിൽ മാറാൻ പോകുന്നത്. ഒപ്പം ഈ സബ്സിഡിയറി കേബിൾ ബിസിനസ്സിലേക്കും കൂടി എൻ്റർ ചെയ്യാണ്. ഭാവിയിൽ അഡാനി എൻ്റർപ്രൈസസിൽ നിന്ന് ഡീമർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു ഡിവിഷനാണ് കച്ച് കോപ്പർ. അപ്പോൾ അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പൊതുവെ അഡാനി ഗ്രൂപ്പിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ആ ഗ്രൂപ്പ് കമ്പനികൾക്ക് നൽകാൻ പോകുന്നത്. ധാരാളം കമ്പനികൾ അഡാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുണ്ട്. റീസെൻ്റായിട്ട് അക്വിസിഷൻ നടന്നിട്ടുള്ള ITD സിമെൻറ്റേഷൻ, അതുപോലെ തന്നെ PSP പ്രോജക്റ്റുകൾ, ഈ സ്റ്റോക്കുകളൊന്നും തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല അക്വിസിഷന് ശേഷം. അപ്പോൾ ഈ സ്റ്റോക്കുകളും ഭാവിയിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും അതുപോലെ തന്നെ NBFകൾക്കും അവരുടെ NPS ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചും NBFCകളെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ലോങ് റണ്ണിലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റിയുള്ള സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ ഷിപ്പുകൾ ഇൻ്റർനാഷണൽ ആവശ്യങ്ങൾക്കും ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കും നിർമ്മിക്കാനാണ്. ടെക്നോളജി നോഹവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു എഗ്രിമെൻറ്റും ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വാൻ ഡിഫൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പഴയ റിലയൻസ് നേവലാണ്. സ്വാൻ എനർജി ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഈ കമ്പനി വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എമൗണ്ട് 100 രൂപ പെർ ഷെയറാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. തീർച്ചയായിട്ടും സ്വാൻ ഡിഫൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ, ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ട്രേഡിംഗ് ഉള്ളൂ, ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഒപ്പം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ക്വസ് കോർപ്പറേഷൻ ഏപ്രിൽ 16 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. 3 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ലോങ് റണ്ണിൽ ഡീമർജർ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ക്വസ് കോർപ്പറേഷൻ. അപ്പോൾ ക്വസ് കോർപ്പറേഷൻ വാങ്ങി വെക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡീമർജർ ഗെയിൻ കിട്ടാനായിട്ട് അവസരമൊരുക്കും. അപ്പോൾ ലോങ് റണ്ണിൽ ഡീമർജർ ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ക്വസ് കോർപ്പറേഷൻ. പ്രേം വാത്സയുടെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. പ്രേമാൽസേരെ ഇൻ്റർനാഷണൽ ക്രെഡിബിലിറ്റി നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കാത്തലിസ്റ്റ് ബാങ്ക് പ്രേമാൽസേരെ അണ്ടറിലുള്ള കമ്പനികളാണ്. ധാരാളം കമ്പനികൾ വേറെയുണ്ട്. ഒരു പക്ഷേ IDBI ബാങ്ക് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്നതും പ്രേമാൽസ ഫെയർഫാക്സ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ക്വസ് കോർപ്പറേഷൻ ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻവെസ്റ്റേഴ്സിന് നൽകും. ഒപ്പം നമ്മൾ കോഫി പ്രൈസസ് നോക്കുകയാണെങ്കിൽ ഡിക്കേഡ് ഹൈയിലാണ് കോഫി പ്രൈസസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റോക്ക് അവൈലബിലിറ്റി, പ്രൊഡക്ഷൻ 25 കൊല്ലത്തെ ലോവർ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോബസ്റ്റ കോഫി പ്രൈസസും അതുപോലെ തന്നെ അറബിക്ക കോഫി പ്രൈസസും ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ മേജർ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ടാറ്റ കൺസ്യൂമർ, അതുപോലെ തന്നെ CCL പ്രൊഡക്ട്സ്, റോസൽ ഇന്ത്യക്കാണ്. അപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രത്യേകിച്ച്, കാരണം ടാറ്റ കോഫിയൊക്കെ മെർജ് ചെയ്തിരിക്കുന്നത് ടാറ്റ കൺസ്യൂമറിലാണ്. അപ്പോൾ ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് കോഫി പ്രൈസസ് ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ മുന്നേറുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് നാളെ ഹോളിഡേ ആണ്. നമ്മുടെ മാർക്കറ്റ് ചൊവ്വാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഓപ്പൺ ചെയ്യാനാണ് സാധ്യതകൾ. ഒപ്പം നിഫ്റ്റിയുടെ ഒക്കെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ആഴ്ച 23,400 ലെവൽ വരെയൊക്കെ നിഫ്റ്റി ഉയരാനുള്ള സാധ്യതകളാണ്. ഒരു ഓവറോൾ വലിയ രീതിയിലുള്ള ബുള്ളിഷ് റാലിയാണ് ഗ്ലോബലി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിഫ്റ്റി 23,800 24,000 ലെവലൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ്. നമ്മളൊരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. താരിഫ് ഇമ്പാക്റ്റുകളൊക്കെ വളരെ ലിമിറ്റഡ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. നീജർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടാവാം. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ നീജർക്ക് റിയാക്ഷൻ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഒപ്പം ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സ് സേഫ് ഹെവൻ മാർക്കറ്റായിട്ട് ഇപ്പോൾ കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെയാണ്. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. മുമ്പും കഴിഞ്ഞ കാലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകൾ ഡീകപ്പിൾ ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഗോൾഡൻ ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. അപ്പം ഗോൾഡ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിലും ഗോൾഡൊക്കെ മുന്നേറിയേക്കാം വീണ്ടും. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ഒരു പക്ഷേ ഗോൾഡിൻ്റെ അപ്വേർഡ് മൊമെൻ്റൊക്കെ ഒന്ന് കുറവ് വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്വിറ്റീസ് തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകാൻ പോകുന്നത്. ഇന്ത്യ ഈസ് ഓൺ എ വെരി സ്ട്രോങ് വിക്കറ്റാണ്. ഒപ്പം വലിയ രീതിയിൽ താരിഫ് ഇമ്പോസിഷൻ വീണ്ടും ചൈനയുടെ മേലൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറിയും കൂടിയാണ് ഇന്ത്യ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപിൻ്റെ 90 ദിവസത്തെ ഡിലേക്ക് ഉള്ളിൽ തന്നെ പല താരിഫുകളും അദ്ദേഹം വിഡ്രോ ചെയ്തേക്കാം. അത്തരത്തിലുള്ളൊരവസ്ഥ തന്നെയാണ് അമേരിക്കയിലുള്ളത്. അത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഗ്ലോബൽ കോർപ്പറേറ്റുകൾക്കും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനും ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇൻവെസ്റ്റേഴ്സിനും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. Q4 റിസൾട്ടുകൾ ഇനി വരാനുള്ളത്. ബെറ്റർ റിസൾട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിന് തിരികൊളുത്തും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു അതുപോലെ തന്നെ ഈസ്റ്ററൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് വീക്കും കൂടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.